നമുക്ക് എന്ത് പറയാം? Concluded. Let n be any a module. For any a module n, we have this sequence. Tensor product of m dash and n, homomorphism, product of f and I, identity map I, m, and tensor m and I, sorry, g and I to m double dash, tensor product with n to 0. ആ സീക്വൻസ് എക്സാക്റ്റ് ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്യാം. ഇവിടെ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ ആണ്, എം അല്ല, എം ആൻഡ് എൻ ആണ്. ഓക്കെ, ഐ ഡിനോട്ട്സ് ദി ഐഡന്റിറ്റി മാപ്പ് ഓൺ എൻ. ഐ എന്നിലേക്ക് തന്നെയുള്ള ഐഡന്റിറ്റി മാപ്പാണ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഹോമോമോർഫിസം, ഐസോമോർഫിസം ഈസ് എക്സാക്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു എക്സാക്ട് സീക്വൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ എനി എ മൊഡ്യൂൾ എൻ ദിസ് സീക്വൻസ്, അതായത് ഈ സീക്വൻസ് നമ്മൾ എൻ വെച്ച് ടെൻസർ പ്രോഡക്റ്റ് എടുക്കുക. എം ഡാഷും എന്നും തമ്മിലുള്ള ടെൻസർ പ്രോഡക്റ്റ്, എമ്മും എന്നും തമ്മിലുള്ള ടെൻസർ പ്രോഡക്റ്റ്, എം ഡബിൾ ഡാഷും എന്നും തമ്മിലുള്ള ടെൻസർ പ്രോഡക്റ്റ്. അത് വെച്ചിട്ടുള്ള ഈ സീക്വൻസ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? എക്സാക്ട് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ പ്രൂഫിലേക്ക് കിടക്കാം. അപ്പോൾ തിയറത്തിൽ അസ്യൂം ചെയ്യാം, നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ സീക്വൻസ് എക്സാക്ട് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് എക്സാക്ട് ആയിട്ട് വരുന്ന രീതിയിൽ എഴുതാം. 0 to module a module, homomorphisms from m double dash to n, two homomorphisms from m to n. Next module, homomorphisms from m dash to n is exact for all a modules n. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷൻ നിങ്ങൾ റെഫർ ചെയ്യുക, പ്രൊപ്പോർഷൻ 2.9. ഈ സീക്വൻസ് എക്സാക്ട് ആണെങ്കിൽ ഈ സീക്വൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സീക്വൻസ് എക്സാക്ട് ആയിരിക്കും ഫോർ എനി എ മൊഡ്യൂൾ എൻ. ഇപ്പോൾ എന്നിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക? ഏത് എൻ മൊഡ്യൂളിനും എ മൊഡ്യൂൾ എന്നിനും ഈ സീക്വൻസ് എക്സാക്ട് ആണ്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ എന്നിന് എന്തും ചൂസ് ചെയ്യാം. മൊഡ്യൂൾ എ മൊഡ്യൂൾ എ മൊഡ്യൂൾ ഓഫ് ഹോമോമോർഫിസംസ്, ഓൾ ഹോമോമോർഫിസംസ് ഫ്രം എൻ ടു പി ആയിട്ട് എന്നിനെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിനെ എങ്ങനെയായിട്ട് എഴുതാം? ഇതേ രൂപത്തിൽ എഴുതാം. മോറോവർ അത് എക്സാക്റ്റും ആയിരിക്കും. തൊട്ട് മുന്നത്തെ തിയറത്തിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ഈ എ മൊഡ്യൂളും ഹോമോമോർഫിസംസ് ഫ്രം ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ ടു പി എന്താണ്? ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഐസോമോർഫിസം തൊട്ട് മുന്നത്തെ തിയറം വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യാം, ഇവിടെ റീപ്ലേസ് ചെയ്യാം, അഗെയിൻ ഇവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരും? നമുക്ക് എന്ത് പറയാം? ഇതല്ല ഐസോമോർഫിക്, ഇവിടെയാണ് ഐസോമോർഫിസം. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. തൊട്ട് മുന്നിൽ പ്രൂവ് ചെയ്തത് ഇതാണ്.
Okay. ഈ സ്ട്രക്ചറായിട്ട് ആസ് എ മോഡ്യൂൾ ഐസോമോർഫിക്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം, ഇവിടെ റീപ്ലേസ് ചെയ്യാം, ഇവിടെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അഗെയിൻ നമ്മൾ 2.9 പ്രൊപ്പോർഷൻ 2.9 ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. അത് നമുക്ക് 2.9 ഇവിടുന്ന് ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെങ്കിൽ ഈ സീക്വൻസ് എക്സാക്റ്റ് ആണ്, നേരെ തിരിച്ചു ഇവിടുന്ന് എക്സാക്റ്റ് ആണെങ്കിൽ ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെങ്കിൽ ഇങ്ങോട്ടും എക്സാക്ട്നെസ് ഈ സീക്വൻസും എക്സാക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ തിരിച്ച് 2.9 അഗെയിൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സീക്വൻസ് എക്സാക്റ്റ് ആണ്, റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓക്കെ. പ്രൂഫ് നോക്കാം. 2.9 2 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ട് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആ രണ്ട് തിയറത്തുനിന്ന് 2.9 നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. പക്ഷെ നമുക്ക് ഈ റിസൾട്ടിനെ ജനറലൈസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ജനറൽ ആയിട്ട് ഇത് ട്രൂ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഇൻ ജനറൽ. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെയുള്ള എക്സാക്ട് സീക്വൻസ് ആണെങ്കിൽ ഇതേ രൂപത്തിൽ എക്സാക്ട് ആയി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ സീക്വൻസിനെ ഒരു മോഡ്യൂൾ n വെച്ചിട്ട് ടെൻസർ പ്രൊഡക്റ്റ് എടുത്താൽ അത് എക്സാക്ട് ആയിക്കോണമെന്നില്ല. ജനറൽ ആയിട്ട് ഇതേ രൂപത്തിലുള്ള സീക്വൻസ് ആവണം. ഏത് രൂപത്തിൽ? ഇതേ രൂപത്തിൽ നമ്മൾ അവസാനം സീക്വൻസിൽ 0ലേക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നമ്മൾ റിസൾട്ട് ഹോൾഡ് ചെയ്യും. ജനറലായിട്ട് ഇതേ രൂപത്തിൽ പറയാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സപ്പോസ് നമുക്ക് ഒരു സീക്വൻസ് ഉണ്ട്, m ഡാഷ് m ഡബിൾ ഡാഷ് എന്നുള്ള ഒരു എക്സാക്ട് സീക്വൻസ് ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു n-ന് ആ സീക്വൻസ് ആയിട്ട് ടെൻസർ പ്രൊഡക്റ്റ് എടുത്തു. അത് ജനറലായിട്ട് എന്താവണമെന്നില്ല, എക്സാക്ട് ആവണമെന്നില്ല. അങ്ങനെ എക്സാക്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസ് അല്ലെങ്കിൽ ആ എല്ലാ എന്നും അല്ല, ഒരു n വെച്ചിട്ട് ആ സീക്വൻസിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അത് എക്സാക്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ n-നെ നമ്മൾ ഫ്ലാറ്റ് എ മോഡ്യൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. An A module n is said to be a flat A module if for all exact sequence of A modules and homomorphisms m dash m double dash ഇങ്ങനെയുള്ള സീക്വൻസുകളിൽ m dash m double dash എന്നുള്ള ഏതൊരു സീക്വൻസ് എക്സാക്ട് സീക്വൻസ് എടുത്താലും ആയിട്ട് ആ സീക്വൻസിനെ ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആ കിട്ടുന്ന സീക്വൻസും നമുക്ക് എക്സാക്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം, ഫ്ലാറ്റ് എ മൊഡ്യൂൾ എന്ന് പറയാം. ഇതേ രൂപത്തിലുള്ള ഏത് എക്സാക്ട് സീക്വൻസിനും ആയിട്ട് ടെൻസർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എക്സാക്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, n ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആണെന്ന് പറയാം. Z4 നമ്മൾ ഇതിനു മുന്നേ ഇതേ രൂപത്തിൽ എക്സാക്ട് അല്ലാത്ത രൂപത്തിൽ വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം Z4 എന്തല്ല, ഫ്ലാറ്റ് എ മൊഡ്യൂൾ അല്ല. ഇനി ഒരു എ മൊഡ്യൂള് ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആവാനുള്ള ചില ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് എ മൊഡ്യൂളിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ കൊടുത്തത്. അപ്പോൾ അതിലേക്കൊന്ന് പോകാം. ആദ്യം ഒന്ന് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദി ഫോളോയിങ് ആർ ഇക്വലന്റ് ഫോർ an A module n ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആണ്. n is flat. അത് എന്തിന് ഇക്വലന്റ് ആണ്? if 0 m dash m double dash 0 is any exact sequence of A modules then the tensored sequence, നമ്മൾ ഈ സീക്വൻസിനെ ടെൻസർ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സീക്വൻസിനെ ടെൻസേർഡ് സീക്വൻസ് എന്നാണ് പറയുന്നത്. ടെൻസേർഡ് സീക്വൻസ് എന്താണ്? എക്സാക്ട് ആയിരിക്കും. n ഫ്ലാറ്റ് ആണെങ്കിൽ അതിന്റെ ഏതൊരു എക്സാക്ട് സീക്വൻസിന്റെയും n വെച്ചിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആയിരിക്കും. അങ്ങനെ തിരിച്ചും പറയും. നെക്സ്റ്റ് തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇക്വലന്റ് ആയിട്ടുള്ള അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ഇഫ് എഫ് ഫ്രം m dash to m ഈസ് ഇൻജെക്റ്റീവ് ആൻഡ് m dash are finitely generated, then product of f and I from tensor product of m dash and n to tensor product of m and n is injective. അതായത് എഫ് എന്നുള്ള m dash എമ്മിലേക്കുള്ള ഏതൊരു ഇൻജക്റ്റീവ് മാപ്പ് എഫ് എടുത്താലും
മോറോവർ എം ഡാഷും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ മാപ്പ് എവിടുന്ന് അങ്ങോട്ടുള്ള മാപ്പ് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നിൽ നിന്ന് എം ഡാഷ് ആൻഡ് എന്നിൽ നിന്ന് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നിലേക്കുള്ള ഈ മാപ്പിംഗ് എഫും ഐയും വെച്ചിട്ടുള്ള ഈ മാപ്പിംഗ്, ഐ എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ഐഡന്റിറ്റി മാപ്പ്, ഈ മാപ്പ് ഇൻജക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ഈക്വലന്റ് ആണ്. അതായത് 1 ഇംപ്ലൈസ് 2, 2 ഇംപ്ലൈസ് 3, 3 ഇംപ്ലൈസ് 1 പരസ്പരം ഈക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യുക. 1 implies 2 ചെയ്യും, 2 implies 1 ചെയ്യും, 2 implies 3 ചെയ്യും, 3 implies 2 ചെയ്യും. പിന്നെ അത് മതിയല്ലോ അല്ലെ? ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. അപ്പോൾ നോക്കാം, നമ്മൾ അവസാനം പ്രൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കാം. 3 implies 2. ഇവിടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ കൊടുക്കുക. ഇതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റുകളും ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻഡ് വേണമെങ്കിൽ കട്ട് ചെയ്യാം ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേ രൂപത്തിലാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 1 implies 2. സപ്പോസ് n ഈസ് ഫ്ലാറ്റ്. നമുക്ക് n is ഒരു ഫ്ലാറ്റ് എ മൊഡ്യൂളാണ്. ഫ്ലാറ്റ് മൊഡ്യൂളിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് ഡെഫിനിഷൻ ഉപയോഗിക്കാം. നമുക്ക് ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. And suppose the sequence 0 m dash f m g m double dash 0 is exact, then f is injective. Okay, ഇവിടെ 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് അപ്പോൾ ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട് എഫ് ഇൻജക്റ്റീവ് ആണ്. മോറോവർ ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജിക്ക് ഈക്വൽ ആണ്. സി ജി സർജക്റ്റീവ് ആണ്. ഓക്കെ, ഇത് ആ സീക്വൻസ് എക്സാക്റ്റ് ആണ് എന്നുള്ളതിന് വരുന്നതാണ് 0 എം ഡാഷിലേക്കുള്ള മാപ്പാണ്. അപ്പോൾ ഇവിടെ എഫിന്റെ കേർണൽ എന്താവണം? എഫിന്റെ കേർണൽ 0 ആണ്. അപ്പൊ അതായത് എഫ് ഇൻജക്റ്റീവ് ആണ്. പിന്നെ എക്സാക്ട്നെസ്, ആ സീക്വൻസ് എക്സാക്റ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷനാണ് ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജി ആണ്. കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ എം ഡബിൾ ഡാഷ് കേർണൽ ഓഫ് ഇമേജ് ഓഫ് ജി ഈസ് കേർണൽ ഓഫ് 0 ആണ്. അവിടുന്ന് നമുക്ക് എന്ത് പറയാം? ജി സർജക്റ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ എഫ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഞാൻ ഈ സീക്വൻസിനെ ഒന്ന് മുറിക്കുന്നുണ്ട്. എങ്ങനെ? 0 എം ഡാഷ് എഫ് എം, ഈ സീക്വൻസ് എന്താകും? എക്സാക്റ്റ് ആകും. ആൻഡ് എൻ ഈസ് ഫ്ലാറ്റ്, എൻ ഫ്ലാറ്റും ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എന്താകും? എക്സാക്റ്റ് ആവും. അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് എന്താണെന്ന് കിട്ടും? എക്സാക്റ്റ് ആണ്. ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെങ്കിൽ നമുക്ക് അവിടുന്ന് 0 എന്നാണ് മാപ്പ് പോകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഐ എന്താവേണ്ടി വരും? ഇൻജക്റ്റീവ് ആണ്. അപ്പോൾ എഫ് ആൻഡ് ഐ ഇൻജക്റ്റീവ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതും. നൗ നെക്സ്റ്റ്, ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജിക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജിക്ക് ഈക്വൽ ആണെന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ഈ ആ സീക്വൻസിൽ ഞാൻ ഇതേപോലെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ സീക്വൻസ് എന്താണെന്ന് പറയാം? എക്സാക്റ്റ് ആണെന്ന് പറയാം. n ഫ്ലാറ്റ് ആയതുകൊണ്ട് ഈ സീക്വൻസിന്റെ ടെൻസേർഡ് സീക്വൻസ്, ഈ സീക്വൻസ് എന്താണെന്ന് പറയാം? എക്സാക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ എക്സാക്റ്റ് ആവണമെങ്കിൽ ഇതിന്റെ കേർണലും എന്താവണം? ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ഓക്കെ ആണ്. അഗൈൻ ജി ഈസ് ഇൻജക്റ്റീവ്. ജി ഇൻജക്റ്റീവ് ആയതുകൊണ്ട് അഗൈൻ ആ സീക്വൻസിന് ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്ത അവസാനത്തെ ഭാഗം എം ജി എം ഡബിൾ ഡാഷ് 0 അത് എക്സാക്റ്റ് ആണ്. n ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആണ്. അപ്പോൾ ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് ഇതെന്താവണം? എക്സാക്റ്റ് ആവണം. അവിടെ നമുക്ക് എന്ത് പറയാം? എക്സാക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഇവിടെ എന്താണെന്ന് പറയാം? ഇത് സർജക്റ്റീവ് ആണെന്ന് പറയാം. ഓക്കെ,
എന്താണെന്ന് പറയാം, സർജക്റ്റീവ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഈ സീക്വൻസ് എക്സാക്ട് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇവിടെ അല്ല, എഫ് ജി അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സീക്വൻസ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഈ സീക്വൻസ് എക്സാക്ട് ആണെന്ന് പറയാനുള്ള റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയല്ലോ. നമ്മൾ എന്താ ആദ്യം ചെയ്തത്? ഇവിടെ മുറിച്ചു, ഇങ്ങനെ മുറിച്ചു, പിന്നെ മുറിച്ചത് ഈ സീക്വൻസിനെ ഇങ്ങനെ മുറിച്ചു, പിന്നെ മുറിച്ചത് ഇതേ രൂപത്തിൽ മുറിച്ചു. എന്നിട്ട് ടെൻസേർഡ് സീക്വൻസ് കൺസിഡർ ചെയ്തു. ഈ 3 സീക്വൻസിന് ടെൻസേർഡ് സീക്വൻസ് കൺസിഡർ ചെയ്യും. എൻ എ ഫ്ലാറ്റ് ആയതുകൊണ്ട്, ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആയതുകൊണ്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സീക്വൻസ് എക്സാക്ട് ആണ്. ഇനി 2 implies 1. 2 implies 1 അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ 2 അസ്യൂം ചെയ്യാം. കണ്ടീഷൻ 2 എന്താണ്? നമ്മളൊരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് 2 നമ്മൾ ഇങ്ങനൊരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ടെൻസേർഡ് സീക്വൻസ് എന്നായിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ എന്നെ എ ഫ്ലാറ്റ് ആണെന്ന്, ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് സീക്വൻസ് എടുത്താലും, എക്സാക്ട് സീക്വൻസ് എടുത്താലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആണെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു എക്സാക്ട് സീക്വൻസ്, ഇതേ രൂപത്തിലുള്ള എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആയിട്ട് ടെൻസേർഡ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഇത് എക്സാക്ട് ആയതുകൊണ്ട് നമ്മൾ അസംഷൻ ഇത് എക്സാക്ട് ആണെന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ഒബ്സർവേഷൻ ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് വേറൊരു സീക്വൻസ് നോക്കാം. കേർണൽ എഫ് എം ഡാഷിന്റെ സബ് മൊഡ്യൂൾ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇമേജ് എഫ് എമ്മിന്റെ സബ് മൊഡ്യൂൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സീക്വൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. 0 കേർണൽ എഫ് എന്തിന്റെ സബ് മൊഡ്യൂൾ ആണ്? എം ഡാഷിന്റെ സബ് മൊഡ്യൂൾ ആണ്. അപ്പോൾ അത് കേർണൽ എഫ് എം ഡാഷിലേക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാപ്പാണ് ഐഡന്റിറ്റി മാപ്പ്, ഇൻക്ലൂഷൻ മാപ്പ് കൊടുത്തു. എം ഡാഷിന്ന് എമ്മിലേക്ക് അല്ലെങ്കിൽ ഇമേജ് ഓഫ് എഫിലേക്ക് ഞാൻ ഒരു മാപ്പ് പറഞ്ഞു. അപ്പോൾ എഫ് എന്താകും? സർജക്റ്റീവ് ആകും. ഇമേജ് ഓഫ് എഫിലേക്ക് ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് എഫിനെ. ഓക്കെ, അപ്പോൾ അത് എഫ് സർജക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 0ലേക്കും പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സീക്വൻസ്, ഈ സീക്വൻസ് സ്റ്റാർട്ടിങ്ങും 0 ആയ മൊഡ്യൂൾ, അവസാനം 0 ആയ മൊഡ്യൂൾ, ഇതേ രൂപത്തിലുള്ള ഒരു സീക്വൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നത്ത് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് 2 അപ്ലൈ ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതാണ് where I is the inclusion map which is injective and f from m dash to image of f is surjective. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ബൈ അസംഷൻ നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസിനെ n ആയിട്ട് ടെൻസേർഡ് പ്രൊഡക്റ്റ് എടുത്താൽ ടെൻസേർഡ് സീക്വൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആണെന്ന് പറയാം. അപ്പോൾ അതിനെ ഞാൻ 1 എന്ന് നമ്പർ ചെയ്യുന്നുണ്ട്. സിമിലർലി നമുക്ക് ജി വെച്ചിട്ടും നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ഈ സീക്വൻസ്, എക്സാക്ട് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ എക്സാക്ട് സീക്വൻസ് ജി വെച്ചിട്ട് ഇതേ രൂപത്തിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ കേർണൽ ഓഫ് ജി കൺസിഡർ ചെയ്യുക. കേർണൽ ഓഫ് ജി എമ്മിന്റെ സബ് സ്പേസ് ആയിരിക്കും, സബ് മൊഡ്യൂൾ ആയിരിക്കും. അവിടുന്ന് ജി ഡിഫൈൻ ചെയ്യുക. ജീനെ എങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുക? ഇമേജ് ഓഫ് ജിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുക. അത് എം ഡബിൾ ഡാഷിന്റെ എന്തായിരിക്കും? സബ് മൊഡ്യൂൾ ആയിരിക്കും. അപ്പോൾ കേർണൽ ഓഫ് ജി 0, കേർണൽ ഓഫ് ജി ഐ ഇൻക്ലൂഷൻ മാപ്പ് ആണ്. അപ്പോൾ 1 1 ആണ്. അപ്പോൾ ഇവിടെ എക്സാക്ട്നെസിന്റെ കണ്ടീഷനായി. പിന്നെ എമ്മിന്ന് ജിനെ ഇമേജ് ഓഫ് ജിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ജി സർജക്റ്റീവ് ആയി. അപ്പോൾ ഈ സീക്വൻസ് എന്തായിരിക്കും? എക്സാക്ട് ആയിരിക്കും. അപ്പോൾ കണ്ടീഷൻ 2 അഗെയിൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സീക്വൻസിനെ n ആയിട്ട് ടെൻസേർഡ് പ്രൊഡക്റ്റ് എടുത്താൽ, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് വിത്ത് n, അതെന്തായിരിക്കും? എക്സാക്ട് ആയിരിക്കും. അതിനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് വിളിക്കും. അപ്പോൾ മോറോവർ ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജിക്ക് ഈക്വൽ ആണ്. ഓക്കെ, നമ്മുടെ അസംഷൻ പ്രകാരം ഇമേജ് ഓഫ് എഫ് കേർണൽ ഓഫ് ജിക്ക് ഈക്വൽ ആണ്.
അതും കൂടെ ആ ഒബ്സർവേഷനും കൂടെ കൊടുത്താൽ നമുക്ക് എന്ത് പറയാം, കേർണൽ ഓഫ് ജിക്ക് പകരം നമുക്ക് ഇമേജ് ഓഫ് എഫ് കൊടുക്കാം. അപ്പോൾ ആ സീക്വൻസിനെ ഒന്നുകൂടെ മാറ്റി എഴുതാം. അതായത് സ്റ്റേറ്റ്മെന്റ് 2നെ ഒന്നുകൂടെ മാറ്റി എഴുതാം. കേർണൽ ഓഫ് ജിക്ക് പകരം ഇമേജ് ഓഫ് എഫ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസ് എന്തായിരിക്കും, എക്സാക്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്ത് വെച്ചത് നമ്പർ 1 നോക്കാം. ഇത് എക്സാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ആ സീക്വൻസിൽ ഈ ഭാഗം മാത്രം വരച്ചിട്ടുണ്ട്, ഈ ഭാഗം. അപ്പോൾ അതും എന്തായിരിക്കും, എക്സാക്റ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയത്. ഫ്രം 1 ദിസ് പാർട്ട് ഈസ് എക്സാക്റ്റ്. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇപ്പോൾ നമുക്ക് അതിനെ ഞാൻ 4 എന്ന് കൊടുത്താൽ ഈ 3യും 4ഉം നമുക്ക് കമ്പൈൻ ചെയ്യാം. രണ്ട് സീക്വൻസുകളും എക്സാക്റ്റ് ആണ്. അതിനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നോക്കാം, എം ഡാഷ് tensor product of m and n to image of f product with n to tensor product of m and n. ആദ്യം m dash n, ഇവിടെ image of f tensor product with n and tensor product of m and n, പിന്നെ image of g tensor product with n to 0. അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ഈ സീക്വൻസ് എക്സാക്റ്റ് ആണെന്ന് പറയാം. മോർ ഓവർ ഇമേജ് ഓഫ് ജി എന്തിന്റെ സബ്സെറ്റ് ആണ്, എം ഡബിൾ ഡാഷിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇമേജ് ഓഫ് ജിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെ മാപ്പ് ഇമേജ് ഓഫ് ജി ട്രാൻസ്ഫർ പ്രൊഡക്റ്റ് വിത്ത് എന്നിലേക്ക് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ ഒഴിവാക്കും കൊടുക്കാം. ഇതിനെ ഒഴിവാക്കേണ്ടി വരും, കാരണം ആ കേസിൽ നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ മാപ്പ് എന്താവണമെന്നില്ല, സബ്ജക്റ്റീവ് ആണെന്നില്ല. അപ്പോൾ ഇതിനെ ഒഴിവാക്കാം. എന്നിട്ട് ഇമേജ് ഓഫ് ജീനെ പകരം എം ഡബിൾ ഡാഷ് കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്തായിരിക്കും, ഈ സീക്വൻസ് എന്താന്ന് കിട്ടും, എക്സാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളൊരു ആർബിട്രറി ആയിട്ട് എം ഡബിൾ ഡാഷ് എന്നുള്ള ഒരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്തു. അതിന്റെ ടെൻസേർഡ് സീക്വൻസ് വിത്ത് എൻ എന്താന്ന് കിട്ടി, എക്സാക്റ്റ് ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ എൻ എന്താന്ന് പറയാം, എൻ ഫ്ലാറ്റ് എ മൊഡ്യൂൾ ആണ് പറയാം. ഇനി 2 implies 3. 2 implies 3 അഗൈൻ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് അസ്യൂം ചെയ്യുന്നത്. 3 പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് ഈ മാപ്പ് ഇൻജക്റ്റീവ് ആണെന്ന് കിട്ടും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് 2 is true and f from m dash to m is injective. f ഇങ്ങോട്ട് ഇൻജക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഇൻജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ സീക്വൻസ് എഫ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് എന്താകും, എക്സാക്റ്റ് ആവും. ഈ സീക്വൻസ് ഒന്നുകൂടെ ഒബ്സർവ് ചെയ്യാം. 0 to m dash എഫ് ഇൻജക്റ്റീവ് ആണ്. എം ഡാഷിന് എമ്മിലേക്കുള്ള ഒരു ഇൻജക്റ്റീവ് മാപ്പാണ് എഫ്. അപ്പോൾ എഫ് ഇൻജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എഫ് പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഐ ഇൻജക്റ്റീവ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എഫ് ഇൻജക്റ്റീവ് ആണ്. അപ്പോൾ ഈ പാർട്ട് എക്സാക്ട്നെസിന്റെ പ്രോപ്പർട്ടി, എക്സാക്ട് സീക്വൻസ് എക്സാക്ട് ആവാനുള്ള പ്രോപ്പർട്ടി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ എം ഓവർ ഇമേജ് ഓഫ് എഫ്, ഈ കോഷ്യൻ മൊഡ്യൂളിലേക്ക് പ്രൊജക്ഷൻ മാപ്പ് പി 0. ഈ പ്രൊജക്ഷൻ മാപ്പ് എന്തായിരിക്കും, സബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് 0 ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്, എക്സാക്റ്റ് ആണ്. where f is injective and the projection map p is surjective. Okay, m എന്ന് അതിന്റെ ഇമേജ് ഓഫ് p വെച്ചിട്ടുള്ള കോഷ്യൻ മൊഡ്യൂളിലേക്കുള്ള മാപ്പാണ്. അപ്പോൾ p എന്തായിരിക്കണം, സർജക്റ്റീവ് ആവണം. ഓക്കെ, എല്ലാ ഇവിടുത്തെ ഇമേജസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് പിന്റെ കോസെറ്റുകളായിരിക്കും. ഓക്കെ, ഓരോ എലമെന്റിന് അതിന്റെ കോസെറ്റിലേക്ക് മാപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്ജക്റ്റീവ് ആയിരിക്കും p ഉള്ള മാപ്പ്. അപ്പോൾ ഈ സീക്വൻസ് എന്താണ്, എക്സാക്റ്റ് ആണ്. അപ്പോൾ കണ്ടീഷൻ 2 പ്രകാരം നമുക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് വിത്ത് n എന്തായിരിക്കും, എക്സാക്റ്റ് ആയിരിക്കും. ഈ സീക്വൻസ് എക്സാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 വെച്ചിട്ടാണ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാപ്പ് എന്താവണം, സബ്ജക്റ്റീവ് ആവേണ്ടി വരും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇനി 3 implies 2. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 അസ്യൂം ചെയ്യാം അല്ലെ.
സ്റ്റേറ്റ്മെന്റ് 3 അസ്യൂം ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് 2 പ്രൂവ് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് എക്സാക്ട് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആണ് എന്ന് കിട്ടണം. n ഫോർ എനി മൊഡ്യൂൾ n. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ ദി എക്സാക്ട് സീക്വൻസ്. ഇതേപോലുള്ള ഒരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്തു. അപ്പോൾ എഫ് എന്തായിരിക്കും? ഇൻജക്റ്റീവ് ആയിരിക്കും. 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഇൻജക്റ്റീവ് ആയിരിക്കും. എഫ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ബൈ അസംഷൻ, അതായത് സ്റ്റേറ്റ്മെന്റ് 3 നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അസംഷൻ നമുക്ക് എന്ത് പറയാം? പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഐ ഫ്രം എം ഡാഷ് ടെൻസർ പ്രൊഡക്റ്റ് വിത്ത് എൻ ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ. ഈ മാപ്പ് എന്തായിരിക്കും? ഇൻജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ മാപ്പ് ഇൻജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഈ സീക്വൻസ് എക്സാക്ട് ആണെന്ന് പറയാം. ഈ സീക്വൻസ് എക്സാക്ട് ആവാനുള്ള ഒരേ ഒരു കണ്ടീഷൻ ഇത് ഇൻജക്റ്റീവ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻജക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഈ സീക്വൻസ് എക്സാക്ട് ആണെന്ന് പറയാം ബൈ അവർ അസംഷൻ സ്റ്റേറ്റ്മെന്റ് 3. ആൾസോ കൺസിഡർ ദി എക്സാക്ട് സീക്വൻസ് എം ഡാഷ് എം ഡബിൾ ഡാഷ് 0. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് ഇനി കൺസിഡർ ചെയ്യും. ഈ ഒരു സീക്വൻസ് എക്സാക്ട് ആണെന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് തൊട്ട് മുന്നത്തെ തിയറം, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള തൊട്ട് മുന്നത്തെ തിയറം പ്രൊപ്പോർഷൻ 2.18 അത് പ്രകാരം എന്ത് പറയാം? നമുക്ക് ഇവിടെ എന്നുമായിട്ട് ടെൻസർ പ്രൊഡക്റ്റ് എടുത്താലും എന്തായിരിക്കും? എക്സാക്ട് ആയിരിക്കും. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സീക്വൻസ് എക്സാക്ട് ആണെന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഈ സീക്വൻസും ഈ എക്സാക്ട് സീക്വൻസും നമ്മുടെ കയ്യിലുള്ള ഈ എക്സാക്ട് സീക്വൻസും കമ്പൈൻ ചെയ്യാം. ഓക്കെ, കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 എം ഡാഷ് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ഡാഷ് ആൻഡ് എൻ, അവിടുന്ന് പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഐ ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എൻ, അവിടുന്ന് അഗെയിൻ ഇവിടെ ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് ജി ആൻഡ് ഐ ടു ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ഡബിൾ ഡാഷ് ആൻഡ് എൻ, ഇത് ടു 0. ആ രണ്ട് സീക്വൻസിന് സീക്വൻസ് 1 and 2 കമ്പൈൻ ചെയ്യാം. അപ്പോൾ ആ രണ്ട് സീക്വൻസ് എക്സാക്ട് ആയതുകൊണ്ട് നമുക്ക് സീക്വൻസ് എക്സാക്ട്നെസിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് കിട്ടിയിട്ടുള്ള സീക്വൻസ് എക്സാക്ട് ആണെന്ന് പറയാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ആയി ഈ സീക്വൻസ് എക്സാക്ട് ആണ് അസ്യൂം ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് n എന്നുള്ള ഇത് വെച്ചിട്ട് ടെൻസേർഡ് സീക്വൻസ് n ആയിട്ടുള്ള ടെൻസേർഡ് സീക്വൻസ് എക്സാക്ട് ആണ് 3 അസ്യൂം ചെയ്തിട്ട്. നെക്സ്റ്റ് 3 implies 4. 3 implies 4 ഒബ്വിയസ് ആണ്. അവിടെ പറയുന്നത് 4 എന്താ സ്റ്റേറ്റ്മെന്റ്? എമ്മും എം ഡാഷും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ഇത് ഇൻജക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എഫ് അല്ലാത്ത കേസിൽ തന്നെ ഈ മാപ്പ് ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, കാരണം ഈ സീക്വൻസ് എക്സാക്ട് ആണ്. അപ്പോൾ ഇനി 3 implies 4 ഒബ്വിയസ് ആയിരിക്കും. നേരെ തിരിച്ച് ഉള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് നോക്കാം. 3 implies 4. ഇറ്റ് ഈസ് ക്ലിയർ സിൻസ് 4 ഈസ് എ പെർട്ടിക്കുലർ കേസ് ഓഫ് 3. ഇനി 4 implies 3. 4 implies 3 കൂടെ ചെയ്താൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അസ്യൂം 4 അസ്യൂം ചെയ്യുന്നുണ്ട്. നമുക്ക് 3 പ്രൂവ് ചെയ്യാം. ഓക്കെ, എമ്മും എം ഡാഷും എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഇൻജക്റ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എഫ് ഫ്രം എം ഡാഷ് ടു എം ഈസ് ഇൻജക്റ്റീവ്. വി ഹാവ് ടു ഷോ ദാറ്റ് product of f and I from m dash tensor product with n to tensor product of m and n is injective. അപ്പോൾ ഇത് ഇൻജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് അതിൻ്റെ കേർണൽ സിംഗിൾട്ടൺ 0 ആണ് പ്രൂവ് ചെയ്യും. സോ ലെറ്റ് യു ഈസ് ഈക്വൽ ടു, നമ്മൾ യു എന്നുള്ള ഒരു ആർബിട്രറി എലമെന്റ് ഇവിടുന്ന് കൺസിഡർ ചെയ്യാം. എം ഡാഷും എമ്മും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അപ്പോൾ എം ഡാഷ് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ജനറേറ്റ് ചെയ്യുന്ന എം ഡാഷിന്റെയും എമ്മിന്റെയും ജനറേറ്റേഴ്സ് വെച്ചിട്ട് ടെൻസർ പ്രൊഡക്റ്റ് ഓഫ് എം ആൻഡ് എന്നിന്റെ
ജനറേറ്റേഴ്സിന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു തൊട്ട് മുന്നത്തല്ല അതിന്റെ മുന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ഒരു ആർബിട്രറി എലമെന്റിനെ ചൂസ് ചെയ്തു, അവിടെ ഈ മാപ്പ് 0 അതിനെ യുവിനെ ഇത് 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ യു 0 ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാം. ഇപ്പോൾ യുവിനെ കൺസിഡർ ചെയ്തു, സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n xi dash tensor product with yi be an element of kernel of f product with i. ഇപ്പോൾ കേണലിന് ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, ഇവിടെ നിന്നല്ല ഇവിടുത്തെ ഇതിന്റെ കേണലിന് ഒരു എലമെന്റ് കൺസിഡർ ചെയ്തു, അതിനെ 0 ആ എലമെന്റിനെ 0യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ യു 0 ആണ്. ഓക്കെ, അപ്പോൾ ദെൻ f product with i of u equal to 0 സിംപ്ലൈസ് യുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ എഫ് ഐ എങ്ങനെ ആക്ട് ചെയ്യുക, എഫ് ഇവിടെ ആക്ട് ചെയ്യും, ഐ ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അതേ രൂപത്തിലാണ് വരിക. അപ്പോൾ നമുക്ക് എന്താ പറയുക, സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n f of xi dash product with yi is equal to 0. Let m naught dash be the submodule of m dash generated by xi dash. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഇങ്ങനെ ഒരു ഇക്വേഷനാണ് അല്ലേ. നമ്മളെ കയ്യിൽ ഇതേ രൂപത്തിലുള്ള ഇക്വേഷൻ ആണുള്ളത്. അപ്പോൾ നമ്മൾ xi dash സ്പാൻ ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന എം ഡാഷിന്റെ സബ് മോഡ്യൂൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ടേക്ക് എം നോട്ട് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എം നോട്ട് ഡാഷ് എന്ന് പറയുമ്പോൾ ഇവര് ജനറേറ്റ് ചെയ്യുന്ന സബ് മോഡ്യൂൾ ആണ് എം ഡാഷിന്റെ. ഓക്കെ, അപ്പോ എം നോട്ട് എന്ന് പറയുമ്പോൾ എം നോട്ടിനെ ഞാൻ എങ്ങനെ കൺസിഡർ ചെയ്ത് നോക്കാം, എം നോട്ട് ഡാഷ് ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എം നോട്ട് ഡാഷ് ആൻഡ് എൻ അതിലുള്ള എലമെന്റ്സ് ആണ്. അപ്പോൾ xi ഡാഷുകളെ yi's ആയിട്ട് ടെൻസർ പ്രോഡക്റ്റ് എടുത്തു. ഓക്കെ, ദാറ്റ് എം നോട്ട് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to n xi dash tensor product to y which will be in m naught dash tensor product with n. So നമ്മളെ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം, എഫ് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഐ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് 0 ആണെന്ന് പറയാം. അതാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എം നോട്ട് ഡാഷിലുള്ള എലമെന്റ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട്. അതിനെ വൈ ഐ ആയിട്ട് ട്രാൻസ്ഫർ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇവിടെ ഈ അപ്ലൈ ചെയ്താൽ നമുക്ക് ആ മാപ്പ് അപ്ലൈ ചെയ്താൽ നമുക്ക് 0 ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്, there exists a finitely generated submodule m naught of m. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് ഇത് സ്മോൾ m naught ആക്കട്ടോ. So there exists a finitely generated submodule m naught of m containing f of m naught dash. ഇതിനെ ഇവിടെ f അപ്ലൈ ചെയ്താൽ ഒരു f അണ്ടർ f ഇമേജ് ഉണ്ടാവും. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു m നോട്ട് എന്നുള്ള ഒരു ഫൈനൈറ്റ്ലി ജനറേറ്റഡ് സബ് മോഡ്യൂൾ എമ്മിന് ഉണ്ടാവും. ഓക്കെ, എം നോട്ടിനൊരു സബ് മോഡ്യൂൾ ഉണ്ടാവും, എമ്മിന് ഒരു സബ് മോഡ്യൂൾ ഉണ്ടാവും എം നോട്ട്, അവിടെ ആയിരിക്കും എം നോട്ട് ഡാഷ് ഉണ്ടാകുക. ഇങ്ങനെ ഒരു എം നോട്ട് എക്സിസ്റ്റ് ചെയ്യും. നിങ്ങൾ റെഫർ ചെയ്യുക കൊറോളറി 2.3 സച്ച് ദാറ്റ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, ഇത് 0 ആയിട്ട് വരുന്ന രീതിയിൽ, ഈ പ്രൊഡക്റ്റ് 0 ആയിട്ട് വരുന്ന രീതിയിൽ ആസ് എൻ എലമെന്റ് ഇൻ എം നോട്ട് ടെൻസർ പ്രോഡക്റ്റ് വിത്ത് എൻ. ഓക്കെ, ഈ എലമെന്റ് ഈ ടെൻസർ പ്രോഡക്റ്റിൽ 0 ആയിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു എം നോട്ട് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ടേക്ക് എഫ് നോട്ട് ഫ്രം എം നോട്ട് ടു എം നോട്ട് ഡാഷ് ടു എം നോട്ട്. എഫ് നോട്ടിനെ ഞാൻ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം, എഫിനെ എം ഡാഷിന് എമ്മിലേക്ക് ഡിഫൈൻ ചെയ്തതാണ്. എം നോട്ട് ഡാഷ് ഇവിടുത്തെ സബ് മോഡ്യൂൾ ആണ്, എം നോട്ടും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എഫ് നോട്ടിന് എന്ന് പറഞ്ഞാൽ എഫിന്റെ റെസ്ട്രിക്ഷൻ ആണ് എം നോട്ടിലേക്കുള്ള.
take f naught from m naught dash to m naught is a restriction of f from m dash to m, then f naught is injective since f is injective. f injective ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, f naught injective ആണെന്ന് പറയാം. Also product of f and I from m naught dash tensor product with n to m naught tensor product with n is injective. അപ്പോൾ f naught injective ആണ്, f naught I injective ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മാപ്പ് ഇൻജക്റ്റീവ് ആണെന്ന് പറയാം. സിൻസ് m naught dash and m naught are finitely generated and by for m naught m naught dash ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് അസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്നുള്ളത് അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് നോട്ട് ഐ യു നോട്ട് 0 ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇത് ഈ എലമെന്റ് നമ്മളുടെ ഞാനിപ്പോ പറഞ്ഞ ഇവിടെ ഇതിന്റെ അകത്തുണ്ടാവും. ഓക്കെ, ഇതിന്റെ അകത്തുണ്ടാകും യു നോട്ട്. ഓക്കെ, യു നോട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി യു തന്നെ ആയിരിക്കും. യു നോട്ട് ആക്ച്വലി യു തന്നെ ആയിരിക്കും. അതിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് നോട്ട് ടെൻസർ പ്രോഡക്റ്റ് വിത്ത് ഐ യു നോട്ട് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇവിടെ എം നോട്ട് അല്ല, ഇവിടെ യു നോട്ട് എന്ന് കൊടുക്കുക. അതാണ് ആ എലമെന്റ് യു നോട്ട്. ഓക്കെ, അപ്പോൾ എഫ് നോട്ട് പ്രോഡക്റ്റ് വിത്ത് ഐ യു നോട്ടിൽ അപ്ലൈ ചെയ്താൽ 0 കിട്ടും. അപ്പോൾ യു നോട്ട് 0 ആണ്, യു നോട്ട് നത്തിങ് ബട്ട് യു ആണ്, അപ്പോൾ യു 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടെൻസർ പ്രോഡക്റ്റ് ഓഫ് എഫ് ആൻഡ് ഐ ഇൻജക്റ്റീവ് ആണെന്ന് പറയാം. അതായത് സ്റ്റേറ്റ്മെന്റ് 4 അസ്യൂം ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് 3 പ്രൂവ് ചെയ്തിട്ട്. ഇത്രയാണ് നമുക്ക് ഈ സെക്ഷനിൽ പറയാനുള്ളത് ടെൻസർ പ്രോഡക്റ്റിന്റെ കേസിൽ. ഇനി ചെറിയൊരു ഭാഗം കൂടിയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, സോൾവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അൽജിബ്രാസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, അതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.